താങ്കൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള ആളാണ് എങ്കിൽ മാർക്കറ്റിൽ താങ്കളുടെ ഐഡന്റിറ്റി എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു ട്രേഡർ ആണോ അതോ ഇൻവെസ്റ്റർ ആണോ എന്ന കാര്യം തീരുമാനമാകണം. ട്രേഡിംഗ് തന്നെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഇൻട്രാഡേ ട്രേഡിങ്ങും ഷോർട്ട് ടൈം സ്വിംഗ് ട്രേഡിങ്ങും. ഒരു സ്റ്റോക്ക് ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്ന ട്രേഡിംഗ് രീതിയാണ് ഇൻട്രാഡേ ട്രേഡിങ്. ഇനി ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ മാത്രം കൈവശം വെച്ചതിന് ശേഷം അത് വിൽക്കുന്ന ട്രേഡിംഗ് രീതിയാണ് സ്വിംഗ് ട്രേഡിംഗ് അഥവാ ഷോർട്ട് ടൈം ട്രേഡിംഗ്. ഇനിയുള്ള സാധനമാണ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു സ്റ്റോക്ക് വാങ്ങി കുറെ കാലത്തേക്ക് കയ്യിൽ സൂക്ഷിക്കുന്ന രീതിയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഒരു സ്റ്റോക്ക് വാങ്ങി 6 മാസം മുതൽ 1 വർഷം വരെ കൈവശം വെക്കുന്ന രീതിയെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാം. ഇനി ഒരു സ്റ്റോക്ക് വാങ്ങി 1 വർഷത്തിൽ കൂടുതൽ കൈവശം വെക്കുകയാ, കുറേ കാലത്തേക്ക് കൈവശം വെക്കുകയാ, ചിലപ്പോൾ വെക്കുന്ന പോലുമില്ല, ഇത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയാം. സ്റ്റോക്ക് മാർക്കറ്റിൽ താങ്കൾ ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങോ സ്വിംഗ് ട്രേഡിങ്ങോ ഒക്കെ ആണ് എങ്കിൽ താങ്കൾ ഒരു ട്രേഡർ ആണ് എന്ന് പറയാം. ഇനി മറിച്ച് താങ്കൾ ചെയ്യുന്നത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റോ ആണെങ്കിൽ താങ്കൾ ഒരു ഇൻവെസ്റ്റർ ആണ് എന്ന് പറയാം. ഇനി കാര്യത്തിലേക്ക് വരാം. ഒരു ട്രേഡർ ഇൻവെസ്റ്റ്മെന്റ് നടത്തരുത് എന്നോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ട്രേഡിംഗ് നടത്തരുതെന്നോ അല്ല ഞാൻ പറയുന്നത്. മറിച്ച് നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ തന്നെ അത് ട്രേഡിങ്ങിന് വേണ്ടിയാണോ, അതായത് അത് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളതാണോ അതോ സ്വിംഗ് ട്രേഡിംഗ് ആണോ അതോ അത് ലോങ് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം വേണം. കാരണം ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിങ്ങിനോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനോ യോജിച്ചവയാകില്ല. അതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ ലോങ് ടൈം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾക്ക് യോജിച്ചതാവണം എന്നില്ല. അതായത് ട്രേഡിങ്ങിനും ഇൻവെസ്റ്റ്മെന്റിനും സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. എന്നോട് ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, ഞാനൊരു സ്റ്റോക്ക് 2 ആഴ്ച മുമ്പ് വാങ്ങിയായിരുന്നു, ഇപ്പോൾ അത് 5% ലാഭത്തിൽ എത്തിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ അത് വിൽക്കണോ അതോ കുറെ കാലം കൂടെ ഹോൾഡ് ചെയ്തിട്ട് വലിയ ലാഭം എടുത്ത് വിൽക്കണോ എന്നൊക്കെ. ഇത്തരക്കാരോട് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയുള്ളത് 3 ചോദ്യങ്ങളാണ്. ഒന്നിതാണ്, താങ്കൾ ഈ സ്റ്റോക്ക് വാങ്ങിയത് ട്രേഡിങ്ങിന് വേണ്ടിയാണോ അതോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണോ? ഇനി താങ്കൾ സ്വിംഗ് ട്രേഡിംഗ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് വാങ്ങിയത് എങ്കിൽ വാങ്ങുമ്പോൾ താങ്കളുടെ മനസ്സിലുണ്ടായിരുന്ന ടാർഗറ്റ് എത്രയായിരുന്നു? മൂന്നാമത്തെ ചോദ്യം, ആ ടാർഗറ്റ് ഇപ്പോൾ എത്തിയോ? ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം ഉണ്ടാകേണ്ടത് ഓരോ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പന്റിന്റെയും മനസ്സിലാണ്. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇനി എപ്പോൾ സ്റ്റോക്ക് വിൽക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവുകയില്ല. ഒരു സ്വിംഗ് ട്രേഡർ അയാൾ 5% ലാഭം പ്രതീക്ഷിച്ചാണ് ട്രേഡിംഗ് എടുത്തത്. സ്റ്റോക്ക് വാങ്ങി 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് 5% പ്രോഫിറ്റ് എത്തി, അയാളത് വിറ്റ് ലാഭം എടുത്തു. ഇനിയും ആ സ്റ്റോക്കിന്റെ വില മുകളിലോട്ട് കുതിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ സ്വിംഗ് ട്രേഡർ അതിൽ നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നമ്മൾ ആരല്ല, നമ്മളൊരു ഇൻവെസ്റ്റർ അല്ല. നമ്മളത് വിറ്റു, ഇനി എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റോക്ക് വാങ്ങുന്നു, അവിടെ ലാഭം എടുക്കുന്നു, അങ്ങനെ നമ്മൾ പോകുന്നു. നമ്മൾ വിചാരിച്ച ലാഭം നമ്മൾ എടുത്തതാണ്, അതിൽ സങ്കടത്തിന്റെ ആവശ്യമില്ല. ഇനി ചില ആൾക്കാരുണ്ട്, അവരെന്താ ചെയ്യുക, സ്വിംഗ് ട്രേഡിങ് എന്ന പേരിൽ അവർ കുറേ സ്റ്റോക്ക് മേടിക്കും. അവർ ഉദ്ദേശിച്ച പോലെ ആ സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നില്ല, മാത്രമല്ല അതിൻ്റെ വില കുത്തനെ താഴോട്ട് പോവുകയും ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് എന്താണ്, നഷ്ടം കുമിഞ്ഞു കൂടി വരും. അപ്പോൾ അവരെന്താ പറയുക, ഈ സ്റ്റോക്ക് എന്താണ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കും, കാണിക്കുന്നത് വലിയ അബദ്ധം. ഇനി വേറെ ചില പാർട്ടീസ് ഉണ്ട്, അവര് മാർക്കറ്റ് ഓപ്പൺ ആയി കുറച്ച് കഴിയുമ്പോഴത്തേനും എന്താണ്, ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് അങ്ങോട്ട് എടുക്കും. പക്ഷേ ട്രേഡിംഗ് എടുത്തു കഴിയുമ്പോൾ എന്താണ്, നഷ്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നഷ്ടത്തിൽ ഇത് വിറ്റ് കളയാൻ അവർക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതിൻ്റെ പൊസിഷൻ മാറ്റി ഡെലിവറി ആക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ കയ്യിൽ എന്തില്ല, പണമില്ല. പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. മാർക്കറ്റ് 3:30 ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അക്കൗണ്ടിൽ പണം കൊണ്ടുവരണം. അതിനുവേണ്ടി ഭാര്യയുടെ താലിമാല വരെ പണയം വെക്കും, പണം ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ എന്താക്കി മാറ്റും, ഇതിനെ ഡെലിവറി ആക്കി മാറ്റും. വല്ല കാര്യമുണ്ടോ? കാര്യം ഉണ്ടാകുകയില്ല. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്, ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ട് തന്നെ അവസാനിപ്പിക്കുക, സ്വിംഗ് ട്രേഡിംഗ് ആയിട്ട് തന്നെ അവസാനിപ്പിക്കുക. ഇനി സ്വിംഗ് ട്രേഡിംഗ് നടത്തിയിട്ട് അന്ന് തന്നെ ഉദ്ദേശിച്ച ലാഭം കിട്ടിയാൽ വിറ്റ് ഒഴിവാക്കിക്കോളൂ, അപ്പോൾ അത് ഇൻട്രാഡേ ട്രേഡിംഗ്, സാരമില്ല, പൊക്കോട്ടെ. ഇനി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിയ
സ്റ്റോക്കിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് ലാഭം കിട്ടിയെങ്കിൽ വിറ്റോളൂ, പ്രശ്നമില്ല. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷനിലൂടെ വെൽത്ത് ക്രിയേഷൻ ആണ്. ഡിവിഡൻഡ് എന്ന ഇൻകവും ഇവർ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ, ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാരുടെ പ്രതീക്ഷ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിലൂടെ വെൽത്ത് ക്രിയേഷൻ എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.